നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ രാജ്യത്ത് നമ്മളെ ഭരിക്കുന്ന സർക്കാരിനാണോ അതോ ഗവർണർക്കാണോ പ്രാതിനിധ്യം കൂടുതൽ? ഗവർണറാണോ നമ്മളെ ഭരിക്കുന്നത് അതോ നമ്മുടെ മുഖ്യമന്ത്രിയും ഉൾപ്പെടുന്ന നമ്മുടെ സർക്കാരാണോ നമ്മളെ ഭരിക്കുന്നത്? ഏത് സർക്കാർ തന്നെ ആയിക്കോട്ടെ, നമ്മളെ ഭരിക്കുന്നത് നമ്മുടെ സർക്കാരാണ്. ആ സ്ഥിതിക്ക് ഗവർണർ നമ്മളെ നേരിട്ട് ഒരു ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അത് കേന്ദ്രം നേരിട്ട് ഭരിക്കുന്നതിന് തുല്യമാണ്. അതായത് ഗവർണർ ഭരണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നേരിട്ട് ഒരു സംസ്ഥാനത്തെ ഭരിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ എക്സിക്യൂട്ടീവിന്റെ തലവനായ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെയും മറികടന്ന് സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ നേരിട്ട് വിളിച്ചു വരുത്തിയത് തികച്ചും ജനാധിപത്യ വിരുദ്ധ നടപടിയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് വില കൽപ്പിക്കാതെ സംസ്ഥാന ഭരണത്തിൽ നേരിട്ട് ഇടപെടാനുള്ള ഗവർണറുടെ നീക്കം ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവും ജനാധിപത്യ സംവിധാനത്തോടുള്ള ഒരു പരസ്യമായ വെല്ലുവിളിയുമാണ്. സർക്കാരിനെ നോക്കുകുത്തിയായി സമാന്തര ഭരണം കൈയാളാൻ ഗവർണർ ശ്രമിക്കുന്നത് അശാസ്യമല്ല. ഇത്തരം തെറ്റായ കീഴ്വഴക്കങ്ങൾക്ക് ഒരു നീതീകരണവുമില്ല. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ്. 2016 നബാം റിബിയ കേസിലെ സുപ്രീം കോടതി വിധി പ്രകാരം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 163 ഗവർണർക്ക് അനിയന്ത്രിതമായ വിശേഷ അധികാരങ്ങൾ നൽകുന്നില്ലെന്ന് അർത്ഥാശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊക്കെ പഠിക്കണം. ഗവർണറുടെ വിശിഷ്ട അധികാരങ്ങൾ പരിമിതമാണെന്നും ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ലെന്നും കോടതി പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിയുമായോ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുമായോ കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ ഗവർണർക്ക് ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ കാലടി സർവകലാശാല വിഷയത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ നേരിട്ട് നിയന്ത്രിക്കുന്നത് തീർത്തും തെറ്റായ നടപടിയാണ്. സംസ്ഥാനത്തെ പോലീസ് ഭരണം, അതായത് RSSന് പണയം വയ്ക്കുന്നതിലേക്കാണ് ഇത് നീങ്ങുക. വകുപ്പ് മന്ത്രിയുടെ അനുമതിയോടെ ആണോ പോലീസ് മേധാവി ഗവർണറെ കണ്ടതെന്ന കാര്യവും വ്യക്തമാക്കേണ്ടതുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സർവകലാശാലകളിലും ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്ന കൈകടത്തലുകൾക്കെതിരെ വിദ്യാർത്ഥികളും പൊതുസമൂഹവും ശക്തമായ ചെറുത്തുനിൽപ്പാണ് വരുന്നത്. എന്നാൽ സർക്കാരിന്റെ അനുരഞ്ജന നിലപാട് മറ്റു വകുപ്പുകളിലേക്കും ഇടപെടാൻ ഗവർണർക്ക് വഴിതൊരുക്കുകയാണ് ചെയ്യുന്നത്. സർക്കാർ പാലിക്കുന്ന മൗനം വിധേയത്വമായി ഗവർണർ കാണുന്നുണ്ട്. സർക്കാരിന്റെ ഭരണഘടനാപരമായ ഫെഡറൽ അധികാരങ്ങളെയാണ് ഫലത്തിൽ നമ്മുടെ ഗവർണർ വെല്ലുവിളിക്കുന്നത്. ഏത് ഗവർണറും ആയിക്കോട്ടെ, ഇത് സർക്കാരും ഗവർണറുമായുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ മേൽ ബലി കൊടുക്കാനുള്ളതല്ല. വ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ അമിതാധികാര പ്രവണതയ്ക്കും ഭരണഘടനാ ലംഘനങ്ങൾക്കും മുന്നിൽ ഒരക്ഷരം മിണ്ടാൻ പോലും നമ്മുടെ സർക്കാരായ UDF സർക്കാർ ഭയപ്പെടുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ലോക്ഭവനിൽ യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത വിഷയത്തിലും UDF സർക്കാർ കുറ്റകരമായ മൗനമായിരുന്നു പുലർത്തിയത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നമ്മുടെ പിണറായി വിജയൻ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടും
മുഖ്യമന്ത്രി അനങ്ങിയില്ല. ചീഫ് സെക്രട്ടറി അതൃപ്തി അറിയിച്ചു എന്നാണ് അന്ന് പറഞ്ഞത്. മുൻപ് LDF ഭരണകാലത്ത് രാജ്ഭവനിൽ നിന്ന് സമാനമായ കൈകടത്തലുകൾ ഉണ്ടായപ്പോൾ ശക്തമായ ഭരണഘടനാ പ്രതിരോധമുയർത്തി അതിനെ നേരിട്ട ചരിത്രവും നമുക്ക് മുന്നിലുണ്ട്. മുഖ്യമന്ത്രി തന്നെ രാജ്ഭവന് കത്തെഴുതുകയും ഉദ്യോഗസ്ഥരെ വിലക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പരമാധികാരവും അവകാശങ്ങളും പണയം വെച്ചുള്ള ഈ UDF സർക്കാരിന്റെ കീഴടങ്ങൽ വോട്ടർമാരോടുള്ള ഒരു അവഹേളനം കൂടിയാണ്. തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ മറികടന്ന് ഗവർണർ ഭരണത്തിൽ കൈകടത്തുക എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് തന്നെ പറയാം. അപ്പോൾ നമസ്കാരം.